നമസ്കാരം. ലൈക്ക് ലെവലിലേക്ക് സ്വാഗതം. പൂമുഖ ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായുള്ളത് ഡോക്ടർ കെ മുരളീധരൻ നായർ. അദ്ദേഹം വാസ്തു ആചാര്യനാണ്, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതിയുമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, ഇന്ന് നമ്മുടെ ചോദ്യം നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള മഹാദേവൻ എന്ന് പറയുന്ന ഒരു ആളാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് 2 നിലയുള്ള വീടാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾക്കും കൂടെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ഉള്ളത്. അത് ഹാളിലേക്കാണ് തുറക്കുന്ന തരത്തിലാണ് അതിൻ്റെ വാതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് വാസ്തു നോക്കിയ സമയത്ത് ഇക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിൽ ഈ വാതിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടോ എന്നുള്ളതാണ്. അതേ കാരണം അങ്ങനെ ദോഷമുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള പലരും ഇത്തരത്തിൽ ഈ വാതിലിൻ്റെ ഒരു ദോഷവശമുണ്ട് എന്നും അത് നിങ്ങളെ ബാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് പരമായിട്ട് ഇപ്പോൾ ഇച്ചിരി തകർന്ന ഒരവസ്ഥയിലാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോമൺ ആയിട്ട് വരുന്ന ഹാളിലൊക്കെ വരുന്ന ബാത്റൂമുകളുടെ വാതിലിൻ്റെ ഒരു സ്ഥാനം എങ്ങനെയാണ്, എങ്ങോട്ടാണ് അത് വാതിൽ തുറക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങോട്ട് ആണ് അഭിമുഖീകരിച്ചിരിക്കേണ്ടതെന്നൊന്ന് വിശദീകരിക്കണം. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ അർത്ഥം പറ്റിയിട്ടുള്ളൊരു കാര്യം കൂടെ തന്നെയാണ്. അതായത് പണ്ടെന്ന് വെച്ചാൽ ഒരു 10-15 വർഷം മുമ്പൊക്കെ ചെയ്യുന്ന വീടിനാണെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 ബെഡ്റൂം എടുക്കും. അതിൻ്റെ നടുക്കായിട്ട് ടോയ്ലറ്റ് കൊടുത്തിട്ട് കോമൺ ആയിട്ട് ആ ഡോറിൻ്റെ ബാത്റൂമിൻ്റെ ഡോർ കറക്റ്റ് ഹാളിലേക്ക് തന്നെ ആയിരിക്കും ചെയ്യും. അപ്പോൾ ഇത് അവിടെ വീട്ടിലുള്ള പൊതുവായിട്ട് എല്ലാവരും ഈ താഴത്തെ നിലയിൽ ഈ കോമൺ ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത് ശരിയായിട്ട് പറഞ്ഞാൽ ശക്തമായ നെഗറ്റീവ് എനർജി ഈ ഹാളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഇത് ആപത്തുണ്ടാവുന്നത് വീടിൻ്റെ ബ്രഹ്മസ്ഥാനം, ഇതിൻ്റെ മധ്യഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഷ്ടാലത്തിന് ഈ ഡോറാണ് നേരെ നിൽക്കുന്നെങ്കിൽ ആ വീട്ടിൽ എന്നും തന്നെ അനർത്ഥങ്ങളായിരിക്കും, എന്നും അസുഖങ്ങളായിരിക്കും, സാമ്പത്തിക ക്ലേശങ്ങളുണ്ടാകും. എത്ര തന്നെ ഇപ്പോൾ ഇയാളൊരു ബിസിനസ്സുകാരനൊക്കെ പറഞ്ഞല്ലോ, ബിസിനസ്സുകാരെയൊക്കെ അവരെയൊക്കെ കാര്യമായിട്ട് ബാധിക്കും. കാരണം എപ്പോഴും വീട്ടിനകത്തുനിന്ന് മനസ്സമാനം കിട്ടും. പ്രത്യേകിച്ച് ഈ ഡോറിങ്ങനെ നേരെ നിൽക്കുന്നതിൻ്റെ അവിടുത്തെ ഡൈനിങ് ഹാളിലോ എവിടെ ആയിക്കോട്ടെ, അവിടെയൊക്കെ ഇരുന്ന് കുടുംബപരമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്യുകയോ കാര്യങ്ങളിൽ നല്ലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരാൾ പറയുന്ന വേറെ ഇഷ്ടപ്പെടും. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് വഴക്കുണ്ടായി എണീറ്റ് പോകത്തൊക്കെ ഈ ഇതുണ്ടാകും. ഇതെന്താണെന്നാൽ ഈ നെഗറ്റീവ് എനർജി വമിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്നുള്ളത് ഡൈനിങ് ഹാളിലോ നേരിട്ട് തുറക്കത്തക്ക രീതിയിലുള്ള ഹാളിൽ തുറക്കുന്ന വാതിൽ കൊടുക്കുന്നത്. മറഞ്ഞു നിന്നാൽ വീണ്ടും സഹിക്കുക. ഡോർ വരാത്തത് മറച്ചൊക്കെ വെക്കണമെങ്കിൽ വീണ്ടും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കഴിയുന്നതും ഒരു ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തിട്ടില്ല. പല ആൾക്കാരും അയ്യോ ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് ആൾ വരണമെങ്കിൽ അകത്ത് അവർക്കിട്ടോ, അങ്ങനെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ വീട്ടിൽ വരുള്ളൂ. അവർക്ക് മുറിക്കാത്ത സൗകര്യം മുറിക്കാത്ത കാര്യം ഉപയോഗിക്കാൻ പറയണം. എന്താ നമ്മുടെ ബന്ധുക്കളോ അടുത്ത ആൾക്കാരായിരിക്കുമല്ലോ. അതുമല്ല നമുക്ക് വേറെ എങ്ങനെ വീടിൻ്റെ പുറത്ത് നമുക്ക് എന്തായിരുന്നാലും ഒരു കുളിമുറി ടോയ്ലറ്റ് സാധാരണ കെട്ടാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ പുറത്തുള്ള ആൾക്കാർ അവിടെ നിന്ന് ഉപയോഗിക്കില്ല. കഴിയുന്നത് നമ്മൾ വീടിനകത്ത് നേരെ ഓപ്പണായിട്ട്, അതായത് ഹാളിലേക്ക് തുറക്കത്തക്കുള്ള ക്രമീകരണത്തിൽ ടോയ്ലറ്റ് ചെയ്യുന്നത്. എപ്പോഴും തന്നെ ഒരു പ്ലാൻ ചർച്ചയിൽ വരുമ്പോഴത്തെ എൻ്റെ തന്നെ പറയും, സാർ ഞങ്ങൾക്ക് ഒരു അകത്ത് കോമൺ ബാത്റൂം. ഈ കോമൺ ബാത്റൂം എന്ന് പറഞ്ഞാൽ അവർ എന്താണ് ഇത്രയും വെള്ളം കൂട്ടെന്ന് അറിഞ്ഞുകൂടെ? ഇതാണ് സംഭവം. അവരെങ്ങനെയെങ്കിലുമൊക്കെ കോൺട്രാക്ടർ കൊടുക്കും, അതിനെന്താ നമുക്ക് സ്റ്റെയർ കേസിന് അടി കൊടുത്ത് അത് നേരെ ആയിരിക്കും വരണം. മറഞ്ഞ് വരത്തക്ക രീതിയിൽ ടോയ്ലറ്റ് വാല് കൊടുത്താൽ കുഴപ്പമില്ല. ഇതങ്ങനെയില്ല, നേരെ തന്നെ ഹോളിലേക്ക് അകത്തേന്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഈ പറഞ്ഞാൽ ഈ 2 ബെഡ്റൂം അപ്പുറം നടക്കൂടെ അങ്ങനെയുള്ള വീടുകളെല്ലാം തന്നെ പ്രശ്നങ്ങളാണ്. ആ വീട് പെട്ടെന്ന് വയസ്സാകുന്ന പ്രായമാകുമ്പോൾ നമ്മൾ പ്രായമുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് വീട് പെട്ടെന്നില്ലാതാണ്. അതുകൊണ്ട് കഴിയുന്നത് ഒരിക്കലും തന്നെ നേരിട്ട് ഹാളിലേക്ക് തുറക്കത്തക്ക രീതിയിലുള്ള ഇത് നമ്മൾ ചെയ്യുന്നാൽ ആർക്ക് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഇത് വരുന്നതാണ്, പഴയ വീട്ടിൽ ഒരു ബെഡ്റൂമിൻ്റെ ആദ്യം ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ബാത്റൂം ഇല്ലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പുതുതായിട്ട് ഒരു ബാത്റൂം ആ റൂമിനകത്ത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടെന്നതാണ്. പഴയ വീട്ടിനകത്ത് നമുക്കറിയാമല്ലോ ആരൂഢത്തിൻ്റെ ഉദാഹരണം ഒരു 14 അടി നീളമുണ്ട്, 10 അടി വീതിന് ഉദാഹരണം പറഞ്ഞാണ്. ആ മുറിക്ക് ഉള്ളിൽ തന്നെ ഒരു ടോയ്ലറ്റ് ചെയ്യുന്ന നിയമ തടസ്സമില്ല. ഇപ്പോൾ 14 അടി നീളം വരികയാണെങ്കിൽ ഒരു മിനിമം ഒരു 3.5 അടിയോ അല്ലെങ്കിൽ 4 അടിയോ വീതി കൊടുത്തിട്ട് വീതി ഒരു
5-6 അടി നീളത്തിൽ ഒരു ടോയ്ലറ്റ് അതിനകത്ത് അറ്റാച്ച് ചെയ്യാം. അതിന് നിങ്ങൾ തടസ്സമൊന്നും വരുന്നില്ല. എന്നാൽ പുറത്തേക്ക് തള്ളിയെടുക്കരുത്. ഇപ്പോൾ തെക്കാണെന്ന് വെച്ചോളൂ. ഈ ആവശ്യം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കന്നിമൂല റൂമിലാണ്. നീളത്തിലാണെങ്കിൽ കന്നിമൂല വെട്ടിപ്പതിച്ച് പോലെ നമുക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ എടുക്കാം. പക്ഷേ എന്നാൽ അത് പുറത്തേക്ക് തള്ളിയെടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ടോയ്ലറ്റ് ശരിയായിട്ട് പറഞ്ഞിരുന്നാൽ ഈ ശൗചാലയം പണ്ട് കാലത്ത് നമ്മുടെ പണ്ടത്തെ 4 കെട്ട് 8 കെട്ട് ഇതിലൊക്കെ നമ്മുടെ മെയിൻ, അതായത് കാമ്പൗണ്ട് പുറത്താണ് ചെയ്തുകൊണ്ടിരുന്നത്, മുറ്റത്തുമല്ല. അതിന് പ്രത്യേക സ്ഥലമുണ്ട്. പാശ്ചാത്യ സംസ്കാരം നമ്മുടെ കടകട്ടത്തോടു കൂടിയാണ് ഇതെല്ലാം വന്ന് കയറിയത്. ഈ ബാത്ത് അറ്റാച്ചനും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് ഒരു 10, 55, 60 വർഷത്തിനകത്തേ ഇപ്പോൾ ബാത്ത് അറ്റാൻ 50 വർഷത്തിനകത്തേ വരും. അല്ലാതെ ഒന്നും തന്നെ ഒരു വീടുകളിലേക്ക് അകത്ത് മുറികളിൽ നമ്മുടെ വീടിനകത്ത് ടോയ്ലറ്റ് കൊടുക്കാറില്ല. എന്നാൽ പുറത്ത് വെളിയിലാണ് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ രീതിയിൽ പരിധിയിൽ കൊടുക്കില്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് എനർജി പുറത്തുള്ള ഇതാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കണ്ടൊരു കാര്യം, ഞാനൊരു വീട്ടിൽ പാല് കാച്ചിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ ബെഡ്റൂമിനകത്തെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പക്ഷെ വാഷ് ബേസിന് നമ്മൾ കൈകൾ ഡൈനിങ്ങിൻ്റെ അടുത്തുള്ള വാഷ് ബേസ് ഉണ്ടല്ലോ, ആ വാഷ് ബേസിന് തൊട്ടടുത്തായിട്ട് ഒരു ടോയ്ലറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. മറിഞ്ഞ് എന്താ സഹിക്കുക, അതായത് ആ ഡോർ നേരെ മറിഞ്ഞ് വേറെ ചെവില് ഇങ്ങനെ തിരിഞ്ഞ് കറിയുന്നത് അതിന് തടസ്സമില്ല. എന്നാൽ മറിച്ച് നേരെ അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഹാളിലേക്കോ ട്രൈൻ ഡൈനിങ്ങിലേക്കോ ഒന്ന് തുടങ്ങുന്നത് നമുക്ക് നല്ലതാണ്. കറക്റ്റാണ്. നമുക്ക് അദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങളെ വീട്ടിൽ ഇനി പരിശോധിച്ച് നോക്കാം. നിങ്ങൾ ഓപ്പണായിട്ട് വരികയാണെങ്കിൽ അത് ഹാളിലേക്കാണോ തുറന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കോമൺ ബാത്റൂമിൻ്റെ വാതിൽ അത് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു വാസ്തു പരിഹാരം നേടുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഈ എപ്പിസോഡ് പറയാനുള്ളത്. ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ ചാനലിലൂടെ, ഞങ്ങളുടെ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഈ എപ്പിസോഡ് സമാപിക്കുകയാണ്. നമസ്കാരം.